ഹലോ, നമസ്തേ കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുൽബനി തീമ അല്ലേ, അതിൻ്റെ കുറച്ച് ഭാഗം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പകുതി ഭാഗം കഴിഞ്ഞിരുന്നു അല്ലേ. അതിനകത്ത് അമ്മ ഒരു പാലമായിരുന്നു. ഓർമ്മയില്ലേ? ഇത് നരേന്ദ്ര പുണ്ടരീക്കാണ് എഴുതിയത്, രചനാകാരൻ നരേന്ദ്ര പുണ്ടരീക്ക്. അതുപോലെ വിധ കവിതയാണ്. അത് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും നോക്കി പഠിക്കുന്നില്ലേ? അപ്പോൾ അതിനകത്ത് ആദ്യ ഭാഗത്ത് അമ്മ എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഇടയിൽ ഒരു പാലമായിട്ട് എങ്ങനെ നിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്ത ഭാഗത്ത് എങ്ങനെയാണ്, അച്ഛൻ മരിച്ചതിന് ശേഷവും എങ്ങനെ ഈ മക്കളുടെ ഇടയിൽ അമ്മ ഒരു പാലമായിട്ട് നിന്നു, എങ്ങനെ അവരെ സഹായിച്ചു, എങ്ങനെ ഒരു തടസ്സവും ഇല്ലാതെ എങ്ങനെ കുട്ടികളുടെ ജീവിതത്തെ മുന്നിലേക്ക് അമ്മ കൊണ്ടുപോയി എന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നത്തെ ഭാഗത്ത് വരുമ്പോൾ അമ്മ പതുക്കെ പതുക്കെ വൃദ്ധയാവാൻ തുടങ്ങി അല്ലേ, വയ്യാതാവാൻ തുടങ്ങി. അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യാതെ പതുക്കെ അമ്മയുടെ ശബ്ദമൊക്കെ ഇടറി. പിന്നെ അമ്മയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്ന് പ്രായമാവുന്നവരുടെയൊക്കെ ആ ഒരു സ്വഭാവം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയലൊക്കെ അതൊക്കെ തുടങ്ങി അല്ലേ, പെറുപിറക്കലൊക്കെ തുടങ്ങി. അവിടെ വരെ നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഭാഗം നിങ്ങൾ നോക്കൂ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഒരു നോട്ട് ബുക്കും ഒരു പെൻസിലോ പേനയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെക്കണം കേട്ടോ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. എന്താണ് ഹാത്തോ ഹാത്ത് രഹത്തി മാ, അതായത് അമ്മ തോളോട് തോട് ചേർന്ന് നിന്നു. അതായത് ഞങ്ങളുടെ ഒപ്പം നിന്നിരുന്ന അമ്മ, ഒപ്പം ജീവിച്ചിരുന്ന അമ്മ. അതായത് മക്കൾ എന്ത് ചെയ്താലും അമ്മയുടെ അമ്മ അതിൻ്റെ ഒപ്പം തന്നെ ഓടിച്ചാടി നടന്ന് എല്ലാം ചെയ്തിരുന്ന ആ അമ്മ. എക് ദിൻ, ഒരു ദിവസം, ഹമാരെ കന്ധോമയാകയി, എന്താണ് ഞങ്ങളുടെ തോളുകളിലായി. അതായത് തോളുകളിലായി എന്ന് വെച്ചാൽ എന്താണ്, മക്കളായി അമ്മയുടെ ചുമതല മക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ദായിത്വ കന്ധോമയാകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരവാദിത്വം അവരുടെ തോളുകളിലായി. അതായത് അമ്മയെ നോക്കുക എന്ന ഉത്തരവാദിത്വം അവർക്ക്, ആ മക്കൾക്ക് വന്നു. धीरे धीरे महसूस करने लगे हम, പതുക്കെ പതുക്കെ, ധീരെ ധീരെ പതുക്കെ പതുക്കെ, മഹസൂസ് കർണേ ലഗേ ഹം. മഹസൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവപ്പെടുക, മഹസൂസ് കർണ അനുഭവപ്പെടുക. അതായത് പതുക്കെ പതുക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ്, അപ്പനെ വൃഷഭ കന്ധോമേ മാകാ ഭാരി ഹോന, അതായത് ഞങ്ങളുടെ വൃഷഭ ശക്തമായ, നല്ല സശക്തമായ, കന്ധ എന്തായിരുന്നു, തോള്, ഞങ്ങളുടെ നല്ല ശക്തമായ തോളുകളിൽ അല്ലേ. മക്കളൊക്കെ നല്ല ബലവത്തായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ ആൺകുട്ടികളൊക്കെ. അപ്പം അവരുടെ ആ ശക്തമായ തോളുകളിൽ പോലും അമ്മയുടെ ഭാരം അനുഭവപ്പെട്ടു. മാക്ക ഭാരി ഹോന, അമ്മ ഒരു ഭാരമായി തീർന്നു. അതായത് അമ്മയെ നോക്കുക എന്നത് ഈ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായി തീർന്നു അല്ലേ. കാരണം ഇവർക്ക് ജോലിയൊക്കെ ഉണ്ടാവുക, അപ്പോൾ അവർക്ക് നേരം സമയമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പല കാരണങ്ങളും ഇല്ലേ, അച്ഛനമ്മയൊക്കെ നോക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ. അത്രയും നാൾ നോക്കി വളർത്തിയ അമ്മയെ ഇവർക്ക് തിരിച്ചു നോക്കേണ്ടി വന്ന സമയത്ത് ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അടുത്ത ലൈൻസ് നോക്കിക്കേ. ജബ് തക് ജീവിത രഹി മാ, എന്നുവരെ, ജബ് തക് എന്നുവരെ, ജീവിത രഹി മാ, അതായത് ജീവിച്ചിരുന്നുവോ അമ്മ. ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ധേ, ഞങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. ബദൽത്തേ രഹേ, മാറിക്കൊണ്ടേയിരുന്നു. അപ്പനെ കന്ധേ, ഞങ്ങളുടെ തോളുകൾ. അതായത് ഇപ്പോൾ ഒരാൾ കുറച്ച് നാൾ നോക്കുവാണെങ്കിൽ അടുത്ത കുറച്ച് നാൾ മറ്റേ മകനായിരിക്കും നോക്കുന്നത് അല്ലേ, അങ്ങനെ. അപ്പോൾ നിങ്ങളൊക്കെ കാണാറുണ്ട്, നമ്മുടെ സമൂഹത്തിലൊക്കെ അങ്ങനെ നടക്കുന്നതാണ്. ഇത് കുറച്ച് നാൾ ഒരു മോനോ അല്ലെങ്കിൽ മോളോ അമ്മയെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇനി വയ്യ, എനിക്ക് കുറച്ച് ഇനി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ കയ്യിലേക്ക് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അവർ അമ്മയെ ഇങ്ങനെ കൈമാറിക്കൊണ്ടേ ഇരുന്നു. മാ ആഖിർ മാഹി തോഹേ, അമ്മ അവസാന, ആഖിർ അവസാനം എന്ന് വെച്ചാൽ അമ്മ എന്ത് വന്നാലും അമ്മ തന്നെയല്ലേ. മാഹി തോഹേ, അമ്മ എന്താണേലും എന്ത് വന്നാലും അമ്മ അവസാനം അമ്മ തന്നെയല്ലേ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അമ്മയുടെ സ്നേഹവും പരിലാളനയും അതുപോലെ അമ്മയുടെ ആ കരുതലും ആ കെയറൊക്കെ
ഒരിക്കലും മാറുകയില്ല. അതായത് അമ്മയെ ഇവർ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അമ്മ അമ്മ തന്നെയല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താണ് കുട്ടികൾ ബുദ്ധിമുട്ടുന്നതോ അവർ കഷ്ടപ്പെടുന്നതോ ഒന്നും അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. അവരോട് എപ്പോഴും എന്തൊക്കെ മക്കൾ ചെന്ന് പറഞ്ഞാലും അമ്മമാർക്ക് അവരോട് സ്നേഹമായിരിക്കും ഉണ്ടാവുക. അപ്പം അതാണ് ഇവിടെ മാ ആഖിർ മാഹി തോഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ്, അതായത് വീണ്ടും വീണ്ടും, ബാർ ബാർ എന്ന് വെച്ചാൽ എന്താണ്, വീണ്ടും വീണ്ടും, ഹമേ ഞങ്ങൾ, കന്ധേ ബദൽത്തെ ദേഖ് അതായത് ഞങ്ങൾ തോളുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ, അതായത് ഒരാൾ മറ്റൊരാളിലേക്ക് അങ്ങനെ അങ്ങനെ മാറി മാറി ഞങ്ങൾ അമ്മയെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് എന്തായി, അമ്മയ്ക്ക് മനസ്സിലായി കാണും അമ്മയൊരു ബുദ്ധിമുട്ടാണ് ഇവർക്കെന്ന്, അല്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ ഒരാളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് അയാളെ അങ്ങോട്ട് നമ്മൾ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് കുറേ നേരമായിട്ട് ഭയങ്കരമായിട്ട് വന്നങ്ങ് സംസാരിച്ചങ്ങ് ഭയങ്കര ഇതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർക്കിട്ടെങ്കിലും പണി കൊടുക്കുന്നത് വെച്ചിട്ട് വേറെ ആരെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ ആ ആളെ ഈ കിടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ അവൻ കുറച്ച് നേരം അനുഭവിച്ചു കൊണ്ടേന്ന്, അല്ലേ? അതുപോലെ ഈ മക്കള് ഇങ്ങനെ കൈമാറിക്കൊണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ ഹമാരെ കന്ധോം സെ ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ്, ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും അമ്മയെ ഇങ്ങനെ ഇവർ കൈമാറിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരാൾ നോക്കും, കുറച്ചാൾ കഴിയുമ്പോൾ അടുത്ത ആൾക്ക് എനിക്കിനി മടുത്തു, ഇനി അടുത്ത ആളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈമാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഹമാരെ കന്ധോസെ ഉദർ ഗെയ്മാ, അതെന്താണ് മീനിങ്? ഞങ്ങളുടെ തോളുകളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. എന്താ മീനിങ്? ഞങ്ങളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ അതായത് അവരുടെ ഭാരം മുഴുവൻ, അതായത് അമ്മ മരിച്ചുപോയി. കന്ധോസെ ഉദർ ഗെയ്മ എന്ന് വെച്ചാൽ ഇവിടെ മീനിങ്, ആ വരിയുടെ മീനിങ് അമ്മ മരിച്ചുപോയി. മാക്കി മൃത്യു, അമ്മയുടെ ആ ഒരു മരണം, അതാണ് ഇവിടെ ഉദർഗയി എന്ന് പറയുന്നത്. കന്ധോസെ ഉദർഗയി, മാ മർഗയി, അമ്മ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. और माँ के कंधों से उतरते ही उतर गए हमारे कंधे, അതുപോലെ അപ്പോൾ ഇവർ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴോ और माँ के कंधों से അതായത് അമ്മ അവരുടെ തോളുകളിൽ നിന്ന് ഉദർത്തെ ഹി ഇറങ്ങിപ്പോയപ്പോൾ, അതായത് മരിച്ചു പോയപ്പോൾ, ഉദർ ഗയെ ഹമാരെ കന്ധേ ഞങ്ങളുടെ തോളുകൾ ഇറങ്ങിപ്പോയി എന്ന് വെച്ചാൽ, അതായത് ഞങ്ങളുടെ തോളുകൾ താണുപോയി എന്ന് വെച്ചാൽ എന്താണ്, അവർ ഹെൽപ്ലെസ് ആയി, അതായത് നിസ്സഹായരായി തീർന്നു എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ ഹമാരെ കന്ധേ ഉദർഗയെ ഹമാരെ കന്ധേ എന്ന് പറയുമ്പോൾ അവർ നിസ്സഹായരായി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ബേസഹാരെ ഹോഗയെ, അതാണ് ഉദർഗയെ ഹമാരെ കന്ധേ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ, അതായത് ഇപ്പം ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ മൂല്യം ഇതൊന്നും അറിയുകയില്ല, അത് കഴിഞ്ഞ് അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് അമ്മയുടെ ആ വില അറിയുന്നത്. അതായത് അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവർ ആരും ഇല്ലാത്തവരെ, കാരണം അവരുടെ ദുഃഖങ്ങൾ പറയാൻ എന്തൊക്കെ വന്നാലും അമ്മ മാത്രമായിരുന്നല്ലേ ഉണ്ടായിരുന്നത്. അതാണ് അമ്മ മാ ആഖിർ മാഹി തോഹി എന്ന് പറയുന്നത്. അതിനൊക്കെ ഇതെല്ലാം ഈ എല്ലാ കാരണങ്ങളും ഉണ്ട്. അതായത് എന്തൊക്കെ വന്നാലും അമ്മ വയ്യാതിരുന്നാലും എന്തെന്ന് പറഞ്ഞാലും ആ ഒരു അമ്മയുണ്ടെങ്കിൽ അമ്മ ഈ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു, അല്ലേ? അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു. ആ അമ്മയും പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ ഇവരുടെ ദുഃഖങ്ങൾ പറയാനോ ഒന്നും പറയാതെ ആരും ഇല്ലാതായി, അനാഥരായി എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കുക, അർത്ഥങ്ങൾ പഠിക്കുക. ഇതിന് താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ മാ ആഖിർ മാഹി തോഹി, അതിൻ്റെ ആൻസർ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഇസസെ ആപ്നെ ക്യാ സംജ, ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ്? അതായത് അമ്മയ്ക്ക് തങ്ങളുടെ കുട്ടികൾ, ഒരിക്കലും ഒരു അമ്മമാർക്കും കുട്ടികൾ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല എന്തൊക്കെയാണെങ്കിലും, അതുകൊണ്ടാണ് അമ്മ മക്കൾ ഇവർക്ക് പ്രായമായി കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് മക്കൾക്ക് താനൊരു ഭാരമാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം മരിച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ അമ്മ എന്ത് വന്നാലും അമ്മ തന്നെയല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ എങ്ങനെ മക്കൾക്ക് ഭാരമാകണ്ട, ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കണ്ട് വിഷമത്തോടുകൂടി അമ്മ മരിച്ചു പോകുന്നത്, അമ്മ മാറിപ്പോകുന്നത്, കുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ലിഖേം നിമ്നലിഖിത ആശയ കവിത കി കിൻ കിൻ പങ്ക്തിയോ മേ ഹേ, എഴുതൂ. എന്താണ്?
ലിഖേം എഴുതൂ. നിമ്നലിഖിത് താഴെ തന്നിരിക്കുന്ന താഴെ എഴുതിയിരിക്കുന്ന ആശയങ്ങൾ ആശയം എന്ന് വെച്ചാൽ എന്താ മീനിങ് അല്ലേ. ഇവിടെ ഒരു 3-4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആശയങ്ങളാണ്, ഓരോ വരികളുടെ ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആശയം വരുന്ന കവിത കി കിൻ കിൻ പങ്ക്തിയോമേ, ഈ ആശയങ്ങൾ ഈ കവിതയുടെ ഏതൊക്കെ വരികളിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആശയങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ആശയം വെച്ചിട്ട് ഏത് വരികളാണിതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ബേട്ടോങ്ക ജീവൻ ബേ റോക്ക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. അതായത് മക്കളുടെ ജീവിതം, ഈ മക്കളുടെ ജീവിതം എന്താണ്? ബേ റോക്ക് ടോക്ക്, അതായത് ഒരു തടസ്സവുമില്ലാതെ ചൽത്തി നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഗാഡിക്ക് സമാൻ രഹ ഗാഡിയെപ്പോലെ വണ്ടിയെപ്പോലെ ആയിരുന്നു എന്ന് പറയുന്ന വരികൾ ഏതാണ്? നമ്മൾ ആ ഫസ്റ്റ് ഭാഗത്ത് കാണാം അല്ലേ. എന്താണ്? ദൗഡ്തി രഹത്തി ഥി ബേധടക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോं की ജുഗ് ജുഗ് ജഗ് ജഗ്. ഈ വരികളുടെ മീനിങ് ആണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയോ? അപ്പം ഏതിൻ്റെ ആശയമാണെന്ന് വെച്ചാൽ ഈ വരികൾ നിങ്ങൾ എടുത്തെഴുതുക. ദൗഡ്തി രഹത്തി ഥി ബേധടക് बिना किसी हरी लाल बत्ती के हम लोगों की झुक झुक झक झक. അടുത്തത് എന്താണ്? മാ की देखभाल की जिम्मेदारी बेटों पर आ गई. അമ്മയെ നോക്കുക എന്ന, ദേഖ്ഭാൽ എന്ന് വെച്ചാൽ നോക്കുക, അമ്മയുടെ സംരക്ഷണം, ആ ഒരു സംരക്ഷണത്തിൻ്റെ ജിമ്മേദാരി ഉത്തരവാദിത്വം, അമ്മയെ നോക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തം ബേട്ടോംബർ ആകെയി മക്കളിൽ ആയിത്തീർന്നു എന്ന് വരുന്ന വരികൾ ഏതാണ്? നമ്മൾ കണ്ടില്ലേ, എക് ദിൻ ഹമാരെ കന്ധോമേ ആകെയി അല്ലേ, ഒരു ദിവസം ഞങ്ങളുടെ തോളുകളിൽ ആയിത്തീർന്നു. ആര്? അമ്മ. അപ്പോൾ നമുക്ക് ഈ 2 വരികൾ വേണമെങ്കിൽ എഴുതാം. ഹാത്തോ ഹാത്ത് രഹത്തി മാ എക് ദിൻ ഹമാരെ കന്ധോമേ ആഗയി. ഈ വരികളുടെ ആശയമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ വരികൾ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതാൻ മറക്കില്ല കേട്ടോ. അടുത്തത് എന്താണ്? ബേട്ടെ അപ്പനെ ദായിത്വ ബദൽത്തേ രഹേ, അതായത് മക്കൾ അവരുടെ ദായിത്വം ഉത്തരവാദിത്വം അത് ബദൽത്തേ രഹേ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു, അത് മാറിക്കൊണ്ടേയിരുന്നു അല്ലേ. അമ്മയൊരാൾ മറ്റൊരാൾ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആ ഭാഗം വരുന്ന വരികൾ ഏതാണ്? ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ധേ, അതായത് എന്ന് വരെ അമ്മ ജീവിച്ചിരുന്നുവോ അപ്പോൾ വരെ ഞങ്ങൾ അമ്മയെ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു എന്ന് വരുന്ന ആ വരികളാണ് ഇതിൻ്റെ ആൻസർ. കിട്ടിയോ? അടുത്തത് മാക്കെ ചലേ ജാനേ സേ ബേട്ടെ ബേസഹാരെ ബനെ, അതായത് അമ്മ കടന്നു പോയതിന് ശേഷം ഈ മക്കള് ഹെൽപ്ലെസ് ആയി തീർന്നു, നിസ്സഹായരായി തീർന്നു. ബേസഹാര എന്ന് വെച്ചാൽ സഹായമില്ലാത്ത അവസ്ഥ, ഹെൽപ്ലെസ്, അവര് ഒന്നുമില്ലാത്തവര് ആയി തീർന്നു എന്ന് വരുന്ന വരികൾ ഏതാണ്? ലാസ്റ്റ് ഭാഗം അല്ലേ. और माँ के कंधों से उतरते ही उतर गए हमारे कंधे എന്ന വരികളാണ് അതിൻ്റെ ആൻസർ. ഏതാണ്? और माँ के कंधों से उतरते ही, അമ്മ ഞങ്ങളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉതർ ഗയേ ഹമാരെ കന്ധേ, ഞങ്ങളുടെ തോളുകളും ഇറങ്ങിപ്പോയി എന്ന് വരുന്ന ഭാഗമാണ് അതിൻ്റെ ആൻസർ. കിട്ടിയില്ല എല്ലാവർക്കും? അപ്പം മിടുക്കരായിട്ട് എല്ലാവരും പഠിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ധന്യവാദം.